അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് 15-ാമത്തെ പേജാണ്. ഔദത്തുനിൽ ഹയാത്ത് എന്നതിൻ്റെ കീഴിൽ വരുന്ന ഒരു ഗ്രാമർ പാർട്ട്. ഓക്കെ, ഗ്രാമർ പാർട്ട് എന്ന് പറയുമ്പോൾ ഒന്നും പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും മാദി, മുദാരി, മുസ്തഖ്ബിൽ, അങ്ങനെ 3 കാലങ്ങളുണ്ടല്ലോ, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നുള്ള. ഓക്കെ, അതിലിപ്പോൾ മാദി മുദാരിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അതായത് സിമ്പിളായിട്ട് ആദ്യം മാദിനെ കുറിച്ച് പറയാം. മാദി പറഞ്ഞാൽ പാസ്റ്റ് ആയ ഫെയില്. ഒരു ചെറിയ കൺസെപ്റ്റ് മനസ്സിലാക്കി പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പം മാദി, ഇപ്പോൾ ഉദാഹരണത്തിന് കത്തബ എന്നെടുക്കാം. കത്തബ അതായത് എഴുതി എന്നുള്ള. ഈ കത്തബൻ്റെ ശേഷം ഒരു പുരുഷൻ്റെ നാമമാണ് വരുന്നത് വിചാരിച്ചോളി. അതായത് സഈദ്, കത്തബ സഈദ്, സഈദ് എഴുതി. ഓക്കെ, അപ്പോൾ ഒരു കത്തബന് ശേഷം ഒരു പുരുഷനാമമാണ് വരുന്നതെങ്കിൽ കത്തബ എന്ന മാദിയായ ഫീൽ എന്തുണ്ടാവില്ല, ഒരു ചേഞ്ചസ്, ഒരു മാറ്റം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ കത്തബ എന്ന ഫീൽ, മാദിയായ ഫീലിൻ്റെ ശേഷം ഒരു സ്ത്രീലിംഗം വന്നെന്ന് കരുതുക, അതായത് സൈനബ്. അങ്ങനെ വന്നാൽ കത്തബ എന്ന മാദിയായ ഫീലിന് ശേഷം ഒരു താഴ് ചേർക്കണം. അപ്പം എങ്ങനെ ഉണ്ടാവും? കത്തബത്തി, കത്തബത്തി സൈനബു, സൈനബ് എഴുതി. കത്തബത്ത് സൈനബു, സൈനബ് എഴുതി എന്നായി. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ജലസ എന്ന് പറഞ്ഞ ഫീലാണ് നോക്കുക. ജലസ എന്നുള്ള ഫീലിന് ശേഷം ഒരു അമീർ എന്ന് വന്നാൽ എന്ത് ചെയ്യണ്ട? ജലസ എന്നുള്ള മാദിയായ ഫീലിന് യാതൊരുവിധ ചേഞ്ചും വരുത്തേണ്ട ആവശ്യമല്ല. നേരെ മറിച്ച് ജലസ എന്ന മാദിയായ ഫീലിന് ശേഷം ആമിന എന്നുള്ള ഒരു സ്ത്രീലിംഗായ സ്ത്രീൻ്റെ ഒരു പേരാണ് വരുന്നതെങ്കിൽ ജലസത്തി എന്ന് എഴുതേണ്ടതായിട്ടുണ്ട്, താ ചേർക്കേണ്ടതായിട്ടുണ്ട്. എന്തിനു ശേഷം? ജലസ എന്ന മാദിയായ ഫീലിന് ശേഷം. നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് നോക്കാം. ഓക്കെ, ഹമല ഇബ്രാഹിം ഇബ്നഹു, ഇബ്രാഹിം അവൻ്റെ മകനെ എന്ത് ചെയ്തു? വഹിച്ചു അല്ലെങ്കിൽ എടുത്തു. ഹമലയ്ക്ക് ശേഷം ഒരു പുരുഷലിംഗാണ് വന്നത്, അതുകൊണ്ടാണ് ഹമല ഇബ്രാഹിമു എന്ന് വന്നത്, ഇബ്നഹു എന്ന് വന്നത്. ഓക്കെ, ഹമലാന് ശേഷം ഒന്നും വരാത്തത്. ഓക്കെ, പിന്നെ അടുത്ത് നോക്കി. ലബിസത്തിൽ അർദു റിദാഅൻ അഖ്ളർ, ഭൂമി പച്ച മേൽവസ്ത്രം ധരിച്ചു. അതായത് ലബിസത്തി എന്ന് വന്നില്ലേ, കാരണം എന്താണ്? അൽ അർദു, ലബിഷൻ്റെ ശേഷം വന്ന അൽ അർദു എന്ന് പറഞ്ഞ സാധനം, അൽ അർദു എന്ന് പറഞ്ഞ നാമം, അതെന്താണ്? ഒരു സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് ലബിസത്തി എന്ന് വന്നത്. ഓക്കെ, അടുത്ത് നോക്കി. ഫതഹത്ത് സൈനബ് അൽ ബാബ, സൈനബ് വാതിൽ തുറന്നു. ഈ ഫതഹത്ത്, ഫതഹൻ്റെ കൂടെ എന്ത് ചേർന്നു? താഴ് ചേർന്നു. കാരണം എന്താണ്? അതിൻ്റെ ശേഷം എന്ത്? സൈനബ് എന്നൊരു സ്ത്രീൻ്റെ ഒരു പേര് വന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കി. ജലസത്തി ത്വയ്റു അല ഷജറ, പക്ഷി മരത്തിൻ്റെ മുകളിൽ ഇരുന്നു. ഇതൊരു ജലസ എന്ന ഫീലിൻ്റെ കൂടെ താഴ് ചേർന്നു. കാരണം എന്താണ്? ആ ത്വയ്റു എന്ന പക്ഷി എന്നുള്ള ആ ഫീല്, അല്ല, ത്വയ്റ് എന്ന പക്ഷി എന്നുള്ള ആ ഇസ്മ, അതായത് ആ ഒരു ഇസ്മ എന്താണ്? അതൊരു സ്ത്രീലിംഗമായത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ സ്ത്രീലിംഗമായത് കൊണ്ടാണ് എന്ത്? ജലസൻ്റെ അപ്പുറം താഴ് ചേർന്നത്. ഇനി അപ്പോൾ ബേസിക്കായിട്ട് മനസ്സിലായില്ല. അതായത് ഇങ്ങനെ കരുതിയാൽ മതി, ആദ്യമായ ഫീലിൻ്റെ ശേഷം ഒരു സ്ത്രീലിംഗാണ് വരുന്നതെങ്കിൽ താഴ് ചേരും, അല്ലെങ്കിൽ പുരുഷലിംഗാണ് വരുന്നതെന്ന് വെച്ചാൽ ഒന്നും ചേരില്ല, അതുമായി തന്നെ ഉണ്ടാവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ കൺസെപ്റ്റ്. അതിനുശേഷം നോക്കിക്കോളൂ, അടുത്തൊരു കാര്യം ഉള്ളത് വേറൊരു കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മളൊരു കൂട്ടം ആളുകളെ കുറിച്ച് പറയാ വെച്ചോളൂ. അവരൊരു കൂട്ടാൾക്കാർ പോയി, അല്ലെങ്കിൽ ഒരു കൂട്ടാൾക്കാർ ഇറങ്ങി, ഒരു കൂട്ടാൾക്കാർ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു കൂട്ടാൾക്കാർ, അങ്ങനെ രീതി പറയുകയാണെങ്കിൽ, ഒരു കൂട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ മാദിയായ ഫീലിൻ്റെ കൂടെ വാവ് കൂടെ ചേർക്കും എന്നുള്ളതാണ് അടുത്തൊരു കൺസെപ്റ്റ്. അതായത് ഹറജു, അവർ പുറപ്പെട്ടു, സാലിമീന രക്ഷപ്പെട്ടവരായിട്ട്. ഓക്കെ, ദഹബു അവർ പോയി, നാമു അവർ ഉറങ്ങി. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ വരുന്നത്. ഇനി അടുത്തൊരു ടേബിളിൽ പറയുന്നത് അൽ മത്തറു യൻസിലു, അതായത് മുളാരിയായ ഫീലിനെ കുറിച്ചാണ് അടുത്ത ടേബിളിൽ പറയുന്നത്. അതായത് ഇപ്പോൾ മാദിയായൊരു ഫീല്, ഇപ്പോൾ കത്തബ, ഈ ഫീല് മുളാരിയാവുമ്പോൾ എന്താവും? തുടക്കത്തിൽ യാ ഓ താ ഓ ചേർക്കും. അതായത് യക്തുബു, തക്തുബു. ഇപ്പോൾ യാ ചേർക്കുകയാണെങ്കിൽ, ഇപ്പോൾ മുളാരിയായ ഫീലിൽ, മാദിയായ ഫീലിൻ്റെ തുടക്കത്തിൽ മുളാരിയാവുമ്പോൾ എന്താവും? യാ ഓ താ ഓ ചേർക്കും. ഇനിയിപ്പോൾ യാ ആണ് ചേർക്കണതെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ ഫായില്, അതായത് അതിന് ശേഷമോ
അതിന് ശേഷം വരുന്ന കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ആ ഫായിൽ ആ പ്രവൃത്തി ചെയ്യുന്ന ആ ഫായിൽ എന്തായിരിക്കും, അത് യാ ചേർക്കുകയാണെങ്കിൽ അത് പുല്ലിംഗായിരിക്കും, താ ചേർക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, സ്ത്രീലിംഗായിരിക്കും ആ ഫായിൽ. ഇപ്പോൾ യൻസിലുൽ മത്തറു, മഴ വർഷിക്കുന്നു. ഇപ്പോൾ യൻസിലു അൽ മത്തറു, മഴ വർഷിക്കുന്നു. ഇതിൽ മഴ ആണ് ഫായിൽ, അതായത് പ്രവൃത്തി ചെയ്യുന്ന ആള്. അതുകൊണ്ടാണ് മഴ എന്നുള്ളത് ഇതിൽ ഒരു പുല്ലിംഗായി വന്നത് കൊണ്ടാണ് യൻസിലു യാ ചേർത്തത്. ഓക്കെ, അങ്ങനെയാണ് യാ വന്നത്. ഇനി അടുത്ത് നോക്കിയ തസീലുൽ മിയാഹു, ജലം ഒഴുകുന്നു. ഇതിൽ മിയാഹു ആണ് ഫായിൽ, അതായത് പ്രവൃത്തി ചെയ്യുന്ന ആള്. അതുകൊണ്ടാണ് എന്ത്, അത് മിയാഹ് എന്നുള്ളത് സ്ത്രീലിംഗ ആയതുകൊണ്ടാണ് തസീലു താഴ് ചേർക്കാൻ കയറുന്നത്, താഴ് ചേർന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോളി. യഫീദു നെഹ്റു, പുഴ ഒഴുകുന്നു. ഇതിൽ നെഹ്റു എന്നുള്ളത് എന്താണ്, ഒരു ഫായിൽ എന്താണ്, ഒരു പുല്ലിംഗ ആയതുകൊണ്ടാണ് യാ വന്നത്. സ്ത്രീലിംഗാണ് താ ആണ് വരിക. ഓക്കെ, ഇനി അരിയാഹു തഅസിഫു ബിഷിദ്ദത്തിൻ, കാറ്റ് ശക്തിയായി വീശിയടിക്കുന്നു. ഇതിൽ അരിയാഹ് എന്നുള്ളതാണ് ഫായിൽ, പ്രവൃത്തി ചെയ്യുന്ന ആൾ കാറ്റാണല്ലോ. അപ്പോൾ കാറ്റ് സ്ത്രീലിംഗ ആയതുകൊണ്ടാണ് ഈ തഅസിഫു താ വന്നത്. ഓക്കെ, അടുത്ത തദ്ഫഉൽ മിയാഹു ബാബൽ ബൈത്ത, വീടിൻ്റെ വാതിൽ വെള്ളം എന്ത് ചെയ്യുന്നു, അടയ്ക്കുന്നു അല്ലെങ്കിൽ തടയുന്നു. ഇവിടെ മിയാഹ് എന്നുള്ളത് സ്ത്രീലിംഗ ആയതുകൊണ്ടാണ് താ കൂടിച്ചേർന്നത്. അപ്പോൾ സിമ്പിളായി പറയുകയാണെങ്കിൽ എന്താണ്, മുലാരിയായ ഒരു ഫീല് മുലാരി ആവുമ്പോൾ ഒന്നെങ്കിൽ തുടക്കത്തിൽ യാ ഓ അല്ലെങ്കിൽ ത ഓ വരും. യാ വരികയാണെങ്കിൽ അതിൻ്റെ ഫായിൽ അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന ആൾ പുരുഷലിംഗ ആയതുകൊണ്ടായിരിക്കും യാ വരിക. ഇപ്പോൾ നോക്കുക, യദ്ഹബു പോകുന്നു, ഇബ്രാഹിമു ഇബ്രാഹിം പോകുന്നു. ഇവിടെ യാ വരാൻ കാരണം എന്താണ്, ഇബ്രാഹിം എന്നുള്ള എന്താണ്, പുല്ലിംഗാണ്. അടുത്ത് നോക്കി, തദ്ഹബു പോകുന്നു, ഫാത്തിമ ഫാത്തിമ പോകുന്നു. ഇവിടെ താ വരാൻ കാരണം എന്താണ്, ഫാത്തിമ എന്നുള്ളത് സ്ത്രീലിംഗ ആയതുകൊണ്ടാണ് ഇവിടെ താ വരാൻ കാരണം. ഓക്കെ, ഇനി അതിൻ്റെ താഴ്ഭാഗത്ത് കൊടുത്ത് നോക്കാം നമുക്ക്. അതായത് ചുവന്ന രീതിയിൽ നെക്റൗൽ ഹിക്കായത്ത് വനുനാക്കി ഷുഗലിമത്തിൽ മുലവന എന്നുള്ളത് നമ്മൾ നോക്കാം. ഓക്കെ, മൊത്തമായിട്ട് വായിക്കുന്നില്ല, ഫീലുകൾ മാത്രം നോക്കി നമ്മൾ പറഞ്ഞു പോവാം. റജഅത്ത് സൈനബു, സൈനബ് എന്ത് ചെയ്തു, മടങ്ങി. ഇതിൽ താ, റജഅത്ത് എന്ന് പറഞ്ഞ മാദിയായ ഫീലിൻ്റെ കൂടെ താ ചേർത്തു. കാരണം എന്താണ്, അതിന് ശേഷം സൈനബ് എന്ന സ്ത്രീലിംഗം വന്നു. അടുത്ത് നോക്കിക്കോളി, നല്ലഫൽ വാലിദു, പിതാവ് വൃത്തിയാക്കി. ഇവിടെ നല്ലഫിൻ്റെ കൂടെ താ ചേർന്നില്ല. കാരണം എന്താണ്, ചേരാത്തതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ ശേഷം വാലിദ് എന്നുള്ള പുല്ലിംഗാണ് വന്നത്. ഇനി അടുത്ത് നോക്കി, വഗസല അൽ ജുദറാന, അവർ രണ്ടുപേരും ചുമരുകൾ വൃത്തിയാക്കി. ഗസല എന്ന മാദിയായ ഫീലിൻ്റെ കൂടെ ഒരു അലിഫും കൂടി ചേർന്നു. കണ്ടില്ല, ഒരു അലിഫ് വരച്ച്. അതിന് കാരണം എന്താണ്, രണ്ടാൾക്കാർക്ക് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഗസല എന്ന് പറയുക. അതായത് ഒരു അലിഫും കൂടി ചേർന്ന് എടുക്കും. ഇപ്പം ഞാനും എൻ്റെ ഉപ്പയും വീട് വൃത്തിയാക്കി എന്ന് പറഞ്ഞാൽ ഗസല എന്നാ വരിക. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഇപ്പോൾ നല്ലഫ എന്ന് പറഞ്ഞ ഫീൽ ഉണ്ടല്ലോ ആദ്യം, ഗസലിൻ്റെ മുമ്പ് ഇതിൽ ഒരാളാ ചെയ്യുന്നത്. രണ്ടാൾ ചെയ്യുകയാണെങ്കിൽ കൂടെ ഒരു അലിഫ് ചേർത്ത് കൊടുക്കും. ഇപ്പോൾ നല്ലഫ നോക്കുകയാണെങ്കിൽ നല്ലഫ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത് നോക്കി, വേറെ അതിന് ശേഷം വരുന്ന നല്ലഫ്നൽ മത്ബഖ, അവർ സ്ത്രീകൾ എന്ത് ചെയ്തു, അടുക്കള വൃത്തിയാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൂട്ടം സ്ത്രീകൾക്ക് പറയുമ്പോൾ നല്ലഫ്ന എന്നാ പറയുക. ഓക്കെ, അടുത്ത് നോക്കി, റത്തബത്ത, അവൾ രണ്ട് സ്ത്രീകൾ എന്ത് ചെയ്തു, റത്തബത്ത അത് അസാസ. ഇവിടെ റത്തബത്താന്ന് വന്ന് കണ്ടില്ലേ, ഇവിടെ റത്തബത്താന്ന് ഉണ്ട്, അവിടെ ഒരാൾ മാത്രം വരുമ്പോൾ രണ്ടാൾക്കാർ ആയിഷയും ഫാത്തിമയും ഉണ്ടായത് കൊണ്ടാണ് റത്തബത്താന്ന് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടേബിളാക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഫഅല, അവൻ ഒരു പുരുഷൻ ചെയ്തു. ഫഅല, അവൻ രണ്ട് പുരുഷന്മാർ ചെയ്തു. ഫഹലു, അവർ ഒരുപാട് പുരുഷന്മാർ ചെയ്തു. ഫഅലത്ത്, അവളൊരു സ്ത്രീ ചെയ്തു.
ഫഅലത്ത അവർ 2 സ്ത്രീകൾ ചെയ്തു. ഫഅൽന അവർ ഒരുപാട് സ്ത്രീകൾ ചെയ്തു. ഓക്കെ. ഇപ്പോൾ ഫഅല എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് ചെയ്യുന്നതിനാണ് ഫഅല എന്ന് പറയുക. ഫഅല എന്ന് പറഞ്ഞാൽ ഒരു അൽഫും കൂടി ചെയ്താൽ 2 പുരുഷന്മാർ ചെയ്തതിനെ പറയും. ഫഅലു എന്ന് പറയുമ്പോൾ ഒരു വാവ് ചെയ്യും. അപ്പം എന്ത് ചെയ്യും? ഒരുപാട് പുരുഷന്മാർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുക. പിന്നെ ഫഅലത്ത് അവളൊരു സ്ത്രീ. ഇപ്പോൾ ഒരു സ്ത്രീ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് ഫഅലത്ത് എന്ന് പറയുക. ഇപ്പോൾ 2 സ്ത്രീകൾ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഫഅലത്ത എന്ന് പറയും. ഒരുപാട് സ്ത്രീകൾ ചേർന്ന് പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ ഫഅൽന അവർ ഒരുപാട് സ്ത്രീകൾ പ്രവൃത്തി ചെയ്തു എന്നുള്ള രീതി വരും. ഓക്കെ. ഇനി നമ്മൾ വേറെ ഉദാഹരണം നോക്കാം. റജ എടുത്ത് നോക്കാം. റജ അവനൊരു പുരുഷൻ മടങ്ങി. റജ അവൻ 2 പുരുഷന്മാർ മടങ്ങി. റജ അവർ ഒരുപാട് പുരുഷന്മാർ മടങ്ങി. റജഅത്ത അവളൊരു സ്ത്രീ മടങ്ങി. റജഅത്ത അവർ 2 സ്ത്രീകൾ മടങ്ങി. റജഅന അവർ ഒരുപാട് സ്ത്രീകൾ മടങ്ങി എന്നുള്ള രീതിയിൽ വന്നു. അപ്പോൾ സിമ്പിൾ കൺസെപ്റ്റ് വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി അത് മാദിയായ ഫീലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് മുളാരിയായ ഫീലിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് യഫ്അലു അവനൊരു പുരുഷൻ ചെയ്യുന്നു. യഫ്അലാനി എന്ന് വരും. 2 പുരുഷന്മാർ ചെയ്യുന്നതിന് യഫ്അലാനി എന്ന് വരും. യഫ്അലു എന്നുള്ള ഫീലിൻ്റെ പേര് ഒരു അലിഫും ഒരു നൂനും കൂടി എക്സ്ട്രാ വരും. ഓക്കെ. പിന്നെ യഫ്അലൂന അവർ ഒരുപാട് പുരുഷന്മാർ ചെയ്യുന്നു. അതായത് യഫ്അലു എന്നുള്ള ഫീലിൻ്റെ പേര് വാവും നൂനും വരും. ഇനി സ്ത്രീ ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തഫ്അലു ഒരു സ്ത്രീ ചെയ്യുന്നു. തഫ്അലാനി അവൾ 2 സ്ത്രീകൾ ചെയ്യുന്നു. യഫ്അൽന അവൾ ഒരുപാട് സ്ത്രീകൾ എന്ത് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ സ്ത്രീ ആകുമ്പോൾ തഫ്അലു വരും. ആദ്യം ഒരു സ്ത്രീ ചെയ്യുകയാണെങ്കിൽ 2 സ്ത്രീകൾ ചെയ്യുകയാണെങ്കിൽ അലിഫും നൂനും വരും. തഫ്അലാനി എന്ന് വരും. ഒരുപാട് സ്ത്രീകൾ വരുമ്പോൾ അവിടെ ഒരു ചേഞ്ച് വരുന്നുണ്ട്. യഫ്അൽന എന്ന് വരിക. തുടക്കത്തിൽ യാ ആണ് വരിക. അതുപോലെ തന്നെ അവസാനം ഒരു നൂനും വരും. ഓക്കെ. ഇനി തെർജി നോക്കാം. യർജിഉ യർജിആനി യർജിഊന തർജിഉ തർജിആനി യർജിന. ഇനി അടുത്ത് നോക്കാം. ജലസ ജലസ ജലസു ജലസത്ത് ജലസത്ത ജലസ്ന. ഓക്കെ. പിന്നെ യജ്ലിസു യജ്ലിസാനി യജ്ലിസൂന തജ്ലിസു തജ്ലിസാനി യജ്ലിസ്ന. അപ്പോൾ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കിയാൽ മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെയുള്ള ഒരു തുടർ പ്രവർത്തനമാണ് താഴെ കാണുന്ന ടേബിൾ ഫില്ല് ചെയ്യുക. നമ്മളെ നാട്ടിൽ ഓരോ ദിവസം ഉണ്ടായിരുന്ന ക്ലൈമറ്റ് അതൊക്കെ അനുസരിച്ച്. ഓക്കെ. നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ കണ്ടില്ലേ, ഇതിലിപ്പോൾ കാണാം ഒരു ഞായറാഴ്ച മുംതിറും അതായത് മഴയാണെന്നുള്ള രീതിയിലുള്ള ഒരു ദിവസത്തിനെ കുറിച്ചുള്ള അങ്ങനെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി ആ കാര്യങ്ങളൊക്കെ. ഓക്കെ. ബാരിദ് എന്ന് പറഞ്ഞാൽ തണുപ്പാണ്. ദാഫിഉൻ ഹാറൊക്കെ പറഞ്ഞാൽ ചൂടിൻ്റെ കാലാവസ്ഥയെ പറ്റി പറയുന്നതാണ്. പിന്നെ മുംതിർ പറഞ്ഞാൽ മഴയാണ്. ആസിഫ് പറഞ്ഞാൽ കാറ്റാണ്. പിന്നെ മുസല്ലജ് പറഞ്ഞാൽ മഞ്ഞ്. ഓക്കെ. പിന്നെ മുഷമ്മസ് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക ക്ലീൻ ആയിട്ടുള്ള ഒരു സൂര്യനേക്കുള്ള ഒരു കാലാവസ്ഥയെ കുറിച്ചാണ് പറയുക. പിന്നെ ലബാബി പിന്നെ വായുമു എന്നൊക്കെ പറഞ്ഞാൽ വായുമു എന്ന് പറഞ്ഞാൽ മേഘാവൃതമായിട്ടുള്ള. ഓക്കെ. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. പിന്നെ അങ്ങനെ പോയിട്ട് പിന്നുള്ളത് നമ്മളെ ഈ വീട് തകർന്ന് ഈ പ്രളയത്തിലൊക്കെ വീട് തകർന്നതിനുള്ള ഒരു ഫോം ഫില്ല് ചെയ്തെടുക്കണം. ജസ്റ്റ് വർക്കായിട്ട് കണ്ടാൽ മതി. ഇതിൽ ഇസ്മ പറഞ്ഞാൽ നമ്മുടെ പേര് ചെയ്താൽ, പിന്നെ ഉംറ പറഞ്ഞ വയസ്സാണ്, ഉൻബാന് പറഞ്ഞ അഡ്രസ്സാണ്, പിന്നെ ആധാറാണ്. പിന്നെ വരുന്നത് ആധാർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആധാർ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് റഖ്മുൽ ഹാത്തിഫ് ഫോൺ നമ്പർ എന്നാണ്. പിന്നെ മാലൂമാത്തിന് ബൈദിന് മഫ്കൂദി നമ്മളെ നഷ്ടപ്പെട്ട വീടിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളാണ്. റഖ്മുൽ മൈത്ത് പറഞ്ഞ വീടിൻ്റെ നമ്പറാണ്. സഖഫ് പറഞ്ഞാൽ സഖഫ് പറഞ്ഞാൽ മേൽക്കൂരയുടെ രൂപം എന്നുള്ളതാണ്. ഏത് തരത്തിലാണ്, കോൺക്രീറ്റ് ആണോ അത്തരത്തിലുള്ളതാണ്. പിന്നെ ഹാലത്തുൽ ബൈത്ത് പറഞ്ഞാൽ വീടിൻ്റെ ഒപ്പത്തുള്ള അവസ്ഥ. മുദമ്മിറും കാബിനും പൂർണ്ണമായി നശിച്ചു. മുദമ്മിർ ജുസിയൻ അതുപോലെ തന്നെ കുറച്ച് പകുതി നശിച്ചു എന്നുള്ള രീതിയിലുള്ളതാണ്. പിന്നെ തൗക്കീഉൽ മുഖദ്ദിം എന്ന് പറഞ്ഞാൽ ഉപ്പ്. പിന്നെ മക്കാൻ പറഞ്ഞാൽ പ്ലേസ്. താരിഖ് പറഞ്ഞാൽ ഡേറ്റ്. ഓക്കെ. അത് കഴിഞ്ഞ് അടുത്ത പാടാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നോക്കാം.